ഹു ഈസ് എ ലീഡർ? ആരാണ് ഒരു ലീഡർ? ഇനി നമ്മൾ പറയുന്നത് ലീഡർഷിപ്പിനെ കുറിച്ചാണ്. ജോൺ മാക്സ്വെലിന്റെ പ്രസിദ്ധമായ ഒരു കോട്സ് ഉണ്ട്. എ ലീഡർ ഹു നോസ് ദ വേ, ഹു ഷോസ് ദ വേ ആൻഡ് ഹു ഗോസ് ദ വേ. ലീഡർഷിപ്പിലോട്ട് നമ്മൾ ആരാണ് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ, വഴി അറിയുന്നവനാണ്, വഴി കാണിക്കുന്നവനാണ്, വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണ്. എ ലീഡർ ഈസ് ലീഡ്, ലീവ് ആൻഡ് ലേൺ പേഴ്സൺ. ലീഡർഷിപ്പിനെ പറ്റിയ, അതായത് നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ലീഡേഴ്സ് ആണ്. നമുക്ക് നമ്മുടെ വീടുകളില്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയില്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസില്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയില്, ഇങ്ങനെയൊക്കെ നമ്മൾ പല പല രീതിയിൽ നമ്മളൊക്കെ ലീഡേഴ്സ് ആണ്. ലീഡർഷിപ്പ് ഒരിക്കലും പൊസിഷൻ അല്ല, ഇറ്റ്സ് ആൻ ആക്ഷൻ. ഇതൊരു ആക്ഷൻ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ലീഡേഴ്സിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മളൊക്കെ പല പല ചിന്തകളിലൂടെ ഒരു ദിവസം കടന്നു, അല്ലേ? അപ്പൊ നമ്മളോട് ഒരു മേശയിലോട്ട് എറിയാൻ പറഞ്ഞാൽ നമ്മളൊക്കെ എറിയുന്നത് നമ്മൾ നിന്ന സ്ഥലത്ത് നിന്നാവും എറിയുന്നത്. ചിലപ്പോ ഒരുപാട് ദൂരെയാവും. നമ്മൾ അവിടെ പോയി ആ മേശപ്പുറത്തേക്ക് എറിഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ നിന്നിടത്ത് നിന്ന് തന്നെ എറിയണം എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അങ്ങനെ എന്താവും? നമ്മുടെ ചിന്തകള് പലപ്പോഴും ഇടുങ്ങിയ രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ അതിനെ ഒന്ന് മാറ്റി പിടിക്കാൻ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. അതിന് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി വരണം. നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ, നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷൻ, നമ്മൾ അത് അപ്പുറം അപ്പുറം ഒന്നും ചിന്തിക്കില്ല. കാരണം എന്താ? ഞാനിപ്പോ സേഫ് ആണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇതിനപ്പുറത്തോട്ട് ഞാൻ ചാടണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ സേഫ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സമയം. അതിൽ നിന്ന് മാറി നമുക്ക് പലതും ചെയ്യാൻ കഴിയും. ഈ സമൂഹത്തിന് നമ്മൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട് എന്നുള്ള ചിന്തകളിലൂടെ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് എന്നുള്ള രീതിയിൽ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, നമ്മുടെ ചിന്തകളെ എന്ത് ചെയ്യാം, ഉയർത്തുക എന്നുള്ളതാണ് ആസ് എ ലീഡർ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, ബി ദ റോൾ മോഡൽ. നമുക്കറിയാം, നമ്മൾ നയിക്കുന്ന ഒരാൾ, അല്ലെ? നമ്മൾ ചെയ്യുന്ന ലീഡർഷിപ്പ് ഈസ് ആൻ ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന ആക്ഷനുകൾ കണ്ടാണ് നമ്മൾ വിലയിരുത്തുക. അപ്പൊ നമ്മൾ ആക്ഷനുകൾ കണ്ട് വിലയിരുത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം. മറ്റുള്ളവര് നമ്മെ കണ്ടാണ് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ കൂടെയുള്ളവര് നമ്മുടെ കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസർ ആണ്. ലീഡർഷിപ്പിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസിങ് ആണ്. പീപ്പിൾസ് പേഴ്സൺ ആയിട്ട് മാറുക എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ പീപ്പിൾസ് പേഴ്സൺ ആയിട്ട് മാറുന്നു, അത്രത്തോളം നമ്മൾ വിജയിക്കും. എത്രത്തോളം നമുക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്നുണ്ടോ, വി വിൽ ബി ദ ബെസ്റ്റ് ലീഡേഴ്സ്. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ എന്തിലും റോൾ മോഡൽ ആയിരിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം, നമ്മളോട് ആദ്യം ഒരു വിത്ത് വരയ്ക്കാൻ വന്നു, ശേഷം ഒരു വേര് വരയ്ക്കാൻ വന്നു, ശേഷം ഒരു മരം വരയ്ക്കാൻ വന്നു, ശേഷം ഒരു കായ വരയ്ക്കാൻ വന്നു. പലരും വരച്ചിട്ടുണ്ടാവുക വലിയ വിത്തുകളും ചെറിയ കായയും. കാരണം എന്താ? നമ്മൾ ആദ്യം ഒരു മരമാണ് വരയ്ക്കുന്നത്, അതിന്റെ വിത്ത് മുതൽ കായ വരെ നമ്മൾ വരയ്ക്കണം എന്നുള്ള ഒരു തോട്ട് നമുക്ക് ആദ്യം ഇല്ല. നമ്മൾ ഓരോ സ്റ്റെപ്പിൽ അങ്ങനെ ചെയ്തു പോവാ ചെയ്തത്. നമ്മൾ ഓരോ ദിവസം ഓരോ പോലെ നമ്മൾ പ്ലാൻ ചെയ്ത് പോവാ ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് എന്തില്ല, ഇത് എന്താവണം എന്നുള്ളൊരു വിഷൻ ഇല്ല ചെയ്യുന്ന സമയത്ത്. നേരെ മറിച്ച് എന്താവണം, എന്റെ ഡെസ്റ്റിനേഷൻ എന്താണ്, എന്റെ പർപ്പസ് എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കണക്ക് കൂട്ടി കണ്ട് സ്ട്രാറ്റജി നമ്മൾ ഫോം ചെയ്യുമ്പോൾ, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ദിവസങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിഷൻ, നമ്മൾ എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള ആ ഒരു വിഷൻ, ആ ഒരു കാഴ്ചപ്പാട് ആസ് എ ലീഡർക്ക് ഉണ്ടായിരിക്കും. ഒരു വിഷൻ ഉള്ള ആളായിരിക്കും ഒരു ലീഡർ എന്ന് പറയുന്നത്.
അടുത്തത്, ഇതുപോലെയൊക്കെ ഉള്ള ലീഡേഴ്സ്, അതായത് നമ്മളെ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ഹു ലീവ്, ലീഡ് ആൻഡ് ലേൺ, നയിക്കുന്നവനാണ്. അതുപോലെ ഈ മൈൻഡ്ഫുൾനെസ് ലീഡർഷിപ്പോട് കൂടി ഇന്നത്തെ കാര്യങ്ങൾ ലൈവായിട്ട് ജീവിക്കുന്നവൻ, അപ്ഡേറ്റഡ് ആയിട്ട് ജീവിക്കുന്നവനാണ്, ലേൺ ചെയ്യുന്നവനാണ്. അതായത് ഒരു ദിവസം 1% അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് മുന്നേറുന്ന ആളായിരിക്കും ഒരു ലീഡർ. റോൾ മോഡലാണ്. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, നമ്മളെ കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്തു വന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഒരു റോൾ മോഡലാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ലീഡറുടെ ക്വാളിറ്റീസ് ആണ്. ഇനിയും ഒരുപാട് ക്വാളിറ്റീസ് ആസ് എ ലീഡർക്ക് ഉണ്ട്. നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.